അപ്പം ഇന്നത്തെ ലോങ് വീഡിയോ എന്തെന്ന് വെച്ചാൽ ടോപ്പ് 10 അഗ്രികൾച്ചറൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ BSc അഗ്രികൾച്ചർ, അതുപോലെ തന്നെ BSc അഗ്രികൾച്ചറിൻ്റെ 2024-25, അതുപോലെ ഇനി അങ്ങോട്ട് എത്ര കൊല്ലം ഉണ്ടാവും എന്നറിയില്ല, ആ ഒരു സിലബസും കൂടിയാണ് പറയാൻ പോകുന്നത്. കാരണം 2023 സിലബസ് അല്ല 2024-ഉം 25 സ്റ്റുഡൻസിനും KUവിൻ്റെ അണ്ടറിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഈ വീഡിയോ എടുക്കുന്നത് ഒരു ഞായറാഴ്ച ആയതിനാൽ, പുറത്തുനിന്നും ആയതിനാൽ വണ്ടി റോഡ് സൈഡിലുള്ള വണ്ടീൻ്റെ സൗണ്ടിലുണ്ടാവും. അപ്പോൾ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ എൻ്റെ കണ്ണൂർ സ്ലാങ് ഇടയ്ക്ക് കയറി വരും, അത് പിന്നെ എല്ലാവരും കുറച്ച് ക്യാച്ച് ചെയ്തെടുക്കണം. അപ്പം ടോപ്പ് 10 അഗ്രികൾച്ചർ കരിയർ ഓപ്പർച്യൂണിറ്റീസ് പറയുകയാണെങ്കിൽ ബാക്കിയുള്ള കോഴ്സിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, വൈഡ് വെറൈറ്റീസ് ഓഫ് ക്രോപ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് BSc അഗ്രികൾച്ചർ കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിനുണ്ട്. അതുപോലെ തന്നെ MSc കഴിഞ്ഞവർക്കും PhD കഴിഞ്ഞവർക്കും ഒക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് നോർമൽ കോഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പം നോർമൽ കോഴ്സുകാർക്ക് അവർ എടുത്ത കോഴ്സ് ഇപ്പം ബോട്ടണി എടുത്തവർക്കാണെങ്കിൽ ആ ഒരു ഡയറക്ഷൻ കിട്ടും, ഫിസിക്സ് കെമിസ്ട്രി എടുത്തവർക്ക് ആ ഒരു ഡയറക്ഷനിലോട്ട് മാത്രം പോകും. പക്ഷേ BSc അഗ്രികൾച്ചർ എടുത്തവർക്ക് ഈ രണ്ട് ഡയറക്ഷനിലോട്ടും പോകാം. അങ്ങനെ ഒരു അതായത് നമ്മൾ +2 സയൻസ് സ്ട്രീം എടുത്തിട്ട് നമുക്ക് എങ്ങോട്ട് പോകാമെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു കോഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടി ഉള്ളത്. അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യാം, പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാം. അതല്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ബിസിനസ് പോലെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഹയർ സ്റ്റഡീസ് നോക്കണമെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നോക്കാം, അതല്ല കേരളത്തിൽ നോക്കാം, അതല്ല പുറത്ത് കൺട്രീസിൽ വേണമെങ്കിൽ നോക്കാം. ഇപ്പോൾ US പോലെ കാനഡ പോലത്തെ കൺട്രീസിൽ നമുക്ക് നോക്കാം. അതിലും ഓരോ എക്സാംസും കാര്യങ്ങളും ഉണ്ടാവും. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ നമ്മളെ കോളേജിൽ പ്രോസസ്സ് ആയാലും പുറത്തുനിന്ന് PhD എടുത്ത് വന്നവരും ഉണ്ട്. അപ്പം ഗവൺമെൻറ് സെക്ടേഴ്സിൽ നോക്കുവാണെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസർ ഉണ്ട്. അതാണ് ഗവൺമെൻറ് സെക്ടറിൽ ഹയർ പൊസിഷനിൽ ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു അഗ്രികൾച്ചർ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അഗ്രികൾച്ചറിന് അത്യാവശ്യം നോളജ് ഉള്ളവർക്ക് പിന്നെ അറിയാവുന്ന എന്നാൽ അത്യാവശ്യം സാലറി ഉള്ള ഒരു പൊസിഷനാണ് അഗ്രികൾച്ചർ ഓഫീസർ എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന PSc വഴിയാണ് ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് നടക്കുന്നത്. പിന്നെ അതിൽ അഗ്രികൾച്ചർ ഓഫീസറിൽ ഇപ്പോൾ 50,000 മുതൽ 1 lakh വരെ എക്സ്പീരിയൻസ് വൈസ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സാലറി കേരളത്തിലുണ്ട്. ഈ BSc അഗ്രികൾച്ചർ കഴിഞ്ഞവരും MSc അഗ്രികൾച്ചർ കഴിഞ്ഞവരുമാണ് മെയിനായിട്ട് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. PSc വഴിയാണ്. ഇപ്പം ഒരു 4,000 വേക്കൻസി വഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ പിന്നെ റാങ്ക് ലിസ്റ്റ് ആ ഒരു ബേസിലാണ് എടുക്കുക. ഭാഗ്യം കിട്ടും. അപ്പം ഇനിയിപ്പം 2024 എക്സാം AOൻ്റെ കഴിഞ്ഞു. ഇപ്പോൾ 2028 നെക്സ്റ്റ് AOൻ്റെ എക്സാം വിളിച്ചിട്ടുള്ളത്. പിന്നെ അഗ്രികൾച്ചർ റിസർച്ച് സയൻറ്റിസ്റ്റ്, നബാർഡ് ഗ്രേഡ് A ഓഫീസർ, പബ്ലിക് സെക്ടർ ബാങ്കിൽ യൂസ് ചെയ്യാം. അതായത് പബ്ലിക് സെക്ടർ ആയിട്ടുള്ള അഗ്രികൾച്ചർ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, അതല്ല സൊസൈറ്റി ബാങ്ക്സ് ഉണ്ടല്ലോ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള, അങ്ങനത്തെ ബാങ്ക്സിലൊക്കെ AO ആയിട്ട് കയറാൻ പറ്റും. അതും ഈ പറഞ്ഞ PSc വഴിയോ അല്ലെങ്കിൽ ബാങ്ക്സ് വിളിക്കുന്ന ബാങ്ക്സ് എക്സാം വഴിയോ നമുക്ക് കയറാൻ പറ്റും. സോയിൽ കൺസർവേഷൻ ഓഫീസർ, ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ, അതുപോലെ റബ്ബർ ബോർഡ്, കോഫി ബോർഡ്, കാഷ്യൂ ബോർഡ് പോലുള്ള ബോർഡുകളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഫാം ഓഫീസർ, ഫീൽഡ് ഓഫീസർ, അക്കാദമിക് റിസർച്ചർ, പിന്നെ റിസർച്ച് അസിസ്റ്റൻറ്റ്, പിന്നെ പ്രൊഫസേഴ്സ്, അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ്, അസോസിയേറ്റ് പ്രൊഫസേഴ്സ്, ADR, അങ്ങനെ കുറേ എന്താ പറയുക റിസർച്ചിങ് ആ ഒരു ടീച്ചിങ് സെക്ഷൻസ് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ. അതുപോലെ തന്നെ ഇതൊക്കെ എക്സാം എഴുതിയിട്ടാണ് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ കയറേണ്ടതാണെന്നുണ്ടെങ്കിൽ PSc, SSC, RRB, അതുപോലെ അതല്ലാണ്ട് PSc ടീച്ചിങ് ലെവലിൽ ഇപ്പോൾ VHSC ടീച്ചർ ആവാം. BSc അഗ്രികൾച്ചർ കഴിഞ്ഞവർക്ക് PSc എഴുതിയിട്ട് VHSC ഹയർ സെക്കൻഡറി ടീച്ചർ ആവാം ഡയറക്റ്റ്. അത് B.Ed എടുക്കണമെന്നില്ല. അങ്ങനെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുത്ത് നെറ്റ് എഴുതി അങ്ങനെയും കയറാം. പിന്നെ IFS, IAS, IPS ആ ലെവലിലോട്ട് കയറാം. പിന്നെ CUT, NEET, നെറ്റ് എഴുതിയിട്ട് വേണം MSc PhD ചെയ്യാനായിട്ട്. അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും CUT ബേസ്ഡ് ICAR എക്സാം എഴുതിയിട്ടും നീറ്റിൽ അങ്ങനെയും കയറണം. അങ്ങനെയാണ് MSc PhD എടുക്കേണ്ടത്. അതിപ്പം തൃശ്ശൂർ, പിന്നെ തിരുവനന്തപുരം പോലുള്ള കോളേജിലാണ് MSc PhD ഉള്ളത്. അതല്ലാതെ ഇന്ത്യക്ക് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും അങ്ങനെയുണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയാലും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ICARന് അണ്ടറിൽ വരുന്ന ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയാലും MSc PhD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുവാണെങ്കിൽ അഗ്രികൾച്ചർ ബിസിനസ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ നമുക്കിപ്പം ജസ്റ്റ് ഒരു അഗ്രികൾച്ചർ നമ്മളൊരു പാഷൻ കൊണ്ട് എടുത്തതാണെങ്കിലും, അതല്ല ഒരു പ്രൊഫഷണൽ കോഴ്സ് ഡിഗ്രി അണ്ടർ ഗ്രാജുവേറ്റ് ക്വാളിഫൈഡ് ആവണം എന്നുള്ള ആ ഒരു തരത്തിലോട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് ബിസിനസ് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാൻ പറ്റിയതാണ് MBA പോലുള്ള കോഴ്സും. അതുപോലെ ഈ ബിസിനസ്സിലോട്ട് തിരിയാന്നുള്ളതും അഗ്രി ബിസിനസ് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ അഗ്രികൾച്ചർ നമുക്ക് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ഒരുപാട് ഐഡിയാസ് വരും, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ളതും അല്ലാത്തതും. അപ്പം അഗ്രികൾച്ചർ ബിസിനസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മാർക്കറ്റിംഗ്, അതിൽ തന്നെ മാർക്കറ്റിംഗ് മാനേജർ, പിന്നെ അഗ്രി ബിസിനസ് മാനേജർ, പിന്നെ സെയിൽ എക്സിക്യൂട്ടീവ്, മാർക്കറ്റിംഗ് സെയിൽ എക്സിക്യൂട്ടീവ്, സീഡ് ഫെർട്ടിലൈസർ കമ്പനീസിൽ യൂസ് ചെയ്യാം. അതിപ്പോൾ പ്രൈവറ്റ് സെക്ടറും ഗവൺമെൻറ് സെക്ടേഴ്സിലും ഫെർട്ടിലൈസർ, സീഡ് സംതിങ് കമ്പനീസ് ഉണ്ടാവും. അതിപ്പോൾ മാനുഫാക്ചറിങ് ആയാലും സെയിൽസ് ആയാലും. അപ്പോൾ ആ ഒരു തരത്തിലുള്ള കമ്പനീസിൽ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് വിളിക്കും. ഫാം മാനേജർ, പ്രൊഡക്ഷൻ ഡെവലപ്മെൻറ്റ് മാനേജർ, ഫീൽഡ് ഇൻസ്പെക്ടർ, പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻസ്. അത് വെച്ചാൽ നമുക്ക് ഫീൽഡിലുള്ള പ്രൈവറ്റ് സെക്ടേഴ്സിൽ തന്നെ
ഇപ്പോൾ ഒരു ഇറിഗേഷൻ കമ്പനി അല്ലെങ്കിൽ ഇറിഗേഷൻ സയൻറ്റിഫിക് സെക്ടർ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. കാരണം നമ്മൾ ഇതിൻ്റെ കോഴ്സിൽ ഇറിഗേഷൻ സംതിങ് കോഴ്സ് പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് സംതിങ് കോഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് ടെക്നിക്കൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ മൈക്രോ ബയോളജി സംതിങ് ബയോടെക്നോളജി പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലാബ് പോലുള്ള ഇതിൽ നമുക്ക് മൈക്രോ ബയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അതുപോലെ BSc ശേഷം നമുക്ക് മൈക്രോ ബയോളജി സ്പെഷ്യലായിട്ട് എടുത്ത് പഠിക്കണമെങ്കിൽ ബയോടെക്നോളജി പഠിക്കണമെങ്കിൽ അങ്ങനെയും പഠിക്കാം. BSW MSW BBA MBA നമുക്ക് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള MSc തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെ നമുക്ക് പറഞ്ഞു തുടങ്ങിയാൽ എന്താ പറയുക, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് BSc അഗ്രികൾച്ചർ പഠിച്ച സ്റ്റുഡൻസിനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഗ്രികൾച്ചർ ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ പറയാനുള്ളത്. പിന്നെ സിലബസിലോട്ട് വരുവാണെങ്കിൽ ടോട്ടൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഒരുപാട് സബ്ജക്റ്റേഴ്സ്, അത് BSc അഗ്രികൾച്ചർ എന്ന് പറയുന്നത് 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. ഇത് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച കോഴ്സല്ല. എന്നോട് തന്നെ ഓരോ പേര് കണ്ടിട്ടുണ്ട്, ഈ കോഴ്സ് നമ്മൾ പണ്ടേ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത് പണ്ടേ പഠിച്ച് പോയേനെ. ഞാൻ പറയുന്നത് അവരോടല്ലാതെ ഞാൻ എല്ലാവരോടും പൊതുവായിട്ട് പറയുവാണ്, ഈ കോഴ്സ് എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച് വന്ന കോഴ്സല്ല. കുറേ കാലം മുതൽ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെ ഒരുപാട് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു. അവരും കുറേ കാലം മുന്നേ പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് കാലമായിട്ട് ഉള്ളൊരു കോഴ്സാണ് ഈ ഒരു BSc അഗ്രികൾച്ചർ കോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ കുട്ടികൾ എടുക്കുന്ന എണ്ണം കുറഞ്ഞതുകൊണ്ടും ആൾക്കാരുടെ ഇടയിലേക്ക് ഈ കോഴ്സ് എത്താത്തത് കൊണ്ടുമാണ് ഇത് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വന്നത്. ഇപ്പം കുട്ടികളുടെ എണ്ണം കൂടുകയും കുട്ടികൾക്കിടയിലേക്ക് ഈ ഒരു കോഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എത്തുന്നതിലൂടെയാണ് ഈ ഒരു കോഴ്സുണ്ട്, ഈ കോഴ്സിന് ഇത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇതൊരു അഡ്വാൻറ്റേജ് കോഴ്സാണ് അറിയപ്പെടാൻ കാരണമുണ്ട്. അപ്പം ഇതൊരു 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇന്ന് 8 സെമ്മാണ് ടോട്ടൽ ഉള്ളത്. ഈ 8 സെമ്മ് ഡിഫറൻറ്റ് കോഴ്സസും സബ്ജക്ട്സും അതുപോലെ ഇൻറ്റേൺഷിപ്പും പ്രോജക്ട്സും റിസർച്ചും ഒക്കെ തന്നെയാണ്. ഇത് പ്രാക്ടിക്കലും തിയറി കോഴ്സാണ്. അതിന് സെപ്പറേറ്റ് മാർക്കും ഉണ്ട്. 2024 വരെ ടോട്ടൽ മാർക്സിൻ്റെ ബേസിലാണ് പാസ്സാവുന്നത്. എന്നാൽ 2025 മുതൽ സെപ്പറേറ്റ് മിനിമം മാർക്കുണ്ട്. അതായത് പ്രാക്ടിക്കലിന് പാസ്സാവണം, തിയറിക്കും പാസ്സാവണം. അങ്ങനെയുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് സിലബസിൽ. അപ്പം 8 സെമ്മിലും ഡിഫറൻറ്റ് സബ്ജക്റ്റും കോഴ്സസും ആണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു കോഴ്സിന് വന്നത്. അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഓരോ സെമ്മിലും 2024 ബേസിക് സിലബസിൽ വെച്ചിട്ടുള്ള കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതിൻ്റെ ക്രെഡിറ്റ്സും അല്ലാത്ത കാര്യങ്ങളും വേറെയുണ്ട്. അതിൽ തന്നെ പ്രാക്ടിക്കൽ ഓൺലി കോഴ്സും ഉണ്ട്, പ്രാക്ടിക്കൽ പ്ലസ് തിയറി കോഴ്സും ഉണ്ട്, തിയറി ഓൺലി കോഴ്സും ഉണ്ട്. അതിനൊക്കെ ഓരോ ഡിഫറൻറ്റ് ക്രെഡിറ്റ്സ് ആയിരിക്കും. അതൊക്കെ ഇപ്പം സിലബസിനനുസരിച്ച് മാറും. ഇതൊരു 4th ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഈ ഒരു BSc അഗ്രികൾച്ചറിൻ്റെ നമുക്ക് 8 സെമ്മാണ് വരുന്നത്. ആ ഒരു 8 സെമ്മിലേക്ക് 80 സബ്ജക്റ്റുകളും ഒരു സ്റ്റുഡൻറ്റ് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് ഓരോ സെമ്മിലും 10 അല്ലെങ്കിൽ 9 സബ്ജക്റ്റ് കോഴ്സസ് ഉണ്ടാവും. അതും ഒരു കോഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന കോഴ്സും ആവാം, അതല്ലാതെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ കോഴ്സും ആവാം. ചിലപ്പോൾ നമുക്കൊരു സെമ്മിൽ അതിൻ്റെ ഒരു മേജർ കോഴ്സാണ് പഠിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത സെമ്മിൽ അതുമായിട്ട് അതിൻ്റെ സബ്ബായിരിക്കും പഠിക്കാനുണ്ടാവുക. അങ്ങനെ 8 സെമ്മിലും 8 സബ്ജക്റ്റാണ്. അതിൽ തന്നെ ഇൻറ്റേർണൽ സബ്ജക്റ്റ് കോഴ്സസും ഉണ്ടാവും, അതുപോലെ കോറായിട്ടുള്ള കോഴ്സ് സബ്ജക്റ്റും ഉണ്ടാവും. അതിൻ്റെ വാല്യൂഷൻ നടക്കുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള വാല്യൂഷനും ഇൻറ്റേർണൽ സബ്ജക്റ്റിൻ്റെത് ഇൻറ്റേർണൽ നമ്മുടെ കോളേജിലത്തെ ഈ പ്രോസസ്സും ആയിരിക്കും, ടീച്ചേഴ്സും ആയിരിക്കും വാല്യൂഷൻ ചെയ്യുന്നത്. മറ്റേത് പുറത്തുള്ള കോളേജിലായിരിക്കും വാല്യൂഷൻ ചെയ്യുന്നത്. പക്ഷേ റിസൾട്ട് വരുന്ന സമയത്ത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് പ്രാക്ടിക്കലിൻ്റെയും തിയറിൻ്റെതും അങ്ങനെയാണ് വരുന്നത്. നോർമൽ എല്ലാ യൂണിവേഴ്സിറ്റീൻ്റെയും കോഴ്സിൻ്റെതും പോലെ തന്നെയാണ്. അപ്പം ഇത് 80 സബ്ജക്റ്റുകളും ഉള്ളത് കൊണ്ട് തന്നെ 8 സെം ഉള്ളത് കൊണ്ട് തന്നെ എനിക്കത് ഈ വീഡിയോകൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര ഇതായിപ്പോൾ നമുക്ക് ഇൻജെക്ട് ചെയ്യുന്ന പറയുന്ന പോലെ ആയിപ്പോൾ. അത്യാവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ അയച്ചാൽ മതി, ഞാൻ മെയിലിൽ സെൻഡ് ചെയ്ത് തരാം. ആ ഒരു PDF ആണ്, അത്യാവശ്യം പേജിലുള്ള ഒരു PDF ആണ്. കാരണം 8 സെം ഉണ്ട്, അതുപോലെ സിലബസിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പോൾ ഇത്ര ക്രെഡിറ്റ്സ് വേണം, ഇത്ര കോഴ്സ് ഉണ്ട്, അത് എന്ത് കോഴ്സിൻ്റെതാണ്, അതൊക്കെയുള്ള ഒരു PDF ഫോർമാറ്റാണ്. അപ്പോൾ അതാണ് വരുന്നത്. അത് KUൻ്റെ മാത്രമാണ്. 2024-ൻ്റെ 25-ൻ്റെ സെമസ്റ്റർ ബേസ്ഡ് സിലബസ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഫണ്ടമെൻറ്റൽസും ഉണ്ട്, അതുപോലെ പ്രിൻസിപ്പിൾസ് ആയിട്ടും ഉണ്ട്, അതല്ലാതെ ഈ കോഴ്സിൻ്റെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സബ്ജക്റ്റസും ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫണ്ടമെൻറ്റൽസ് ഓഫ് അഗ്രോണമി, ഫണ്ടമെൻറ്റൽസ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, ഫണ്ടമെൻറ്റൽസ് ഓഫ് എൻഡോമോളജി, ഫണ്ടമെൻറ്റൽസ് ഓഫ് ജെനറ്റിക്സ്, അതിൽ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ജെനറ്റിക്സ്, ഫണ്ടമെൻറ്റൽസ് ഓഫ് പാത്തോളജി, പിന്നെ ഫണ്ടമെൻറ്റൽസ് ഓഫ് നെമറ്റോളജി. നെമറ്റോളജിൻ്റെ തന്നെ പെസ്റ്റ് ആൻഡ് ഡിസീസ് മാനേജ്മെൻറ്റ് വേറെ, ഫണ്ടമെൻറ്റൽസ് ഓഫ് സോയിൽ സയൻസ്, അതിൽ സോയിൽ ഫെർട്ടിലിറ്റി മാനേജ്മെൻറ്റ്, അതുപോലെ സോയിൽ സംതിങ് അങ്ങനെ വേറെ ഇത്. പിന്നെ എൻവയോൺമെൻറ്റ് സയൻസിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, മെറ്റീരിയോളജി സെക്ഷൻ, അതൊക്കെ വരുന്നത്. പിന്നെ ആനിമൽ ഹസ്ബൻഡറിയിൽ തന്നെ ഫോറസ്ട്രി, ഫിഷറീസ്, പിന്നെ ലൈഫ് സ്റ്റോക്ക്, നാച്ചുറൽ ഫാമിംഗ്, അഗ്രോണമിയിൽ അങ്ങനെ ഒരുപാട് കോഴ്സ് നമ്മുടെ മെയിൻ സബ്ജക്റ്റിൻ്റെയും താഴെ വരുന്നുണ്ട്. താഴേക്ക് വരുന്നത് അങ്ങനെ സബ്ജക്റ്റ് കുറച്ച് വരുന്നുണ്ട്, സബ്ജക്റ്റ് കൂടി വരുന്നതും. അപ്പം ബാക്കി നമ്മുടെ നെക്സ്റ്റ് ഇയർ ഒരു 2023 വെച്ച് നോക്കുമ്പോൾ 24-ൻ്റെ കോഴ്സ് അവരുടെ ബാക്കിൽ നിന്ന് നമുക്ക് എടുത്ത് തരുന്നതാണ്. മനസ്സിലായോ? അപ്പം അതുപോലെ തന്നെ 2 ഇയറിൻ്റെ കോഴ്സും മിക്സ് ആക്കിയിട്ട് 2024 കോഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോർട്ടിക്കൾച്ചറിലാണെങ്കിൽ
അങ്ങനെ നമുക്കിപ്പോൾ സെപ്പറേറ്റ് ഫ്രൂട്ട് ക്രോപ്സും പ്ലാന്റേഷൻ ക്രോപ്സും സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കോഴ്സാണ് ഒരു ഇയറിന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു ഇയറിനെ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ക്രോപ്പ് പ്രൊഡക്ഷൻ എന്നുള്ള കോഴ്സാണ്. അങ്ങനെ ചെയ്യും. അങ്ങനെയും കോഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതാണ് പുതിയൊരു സിലബസിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജും പറഞ്ഞത്. കാരണം അവർക്കൊക്കെ ഉണ്ടാക്കി വന്നില്ല, നമ്മളാണല്ലോ പഠിക്കേണ്ടത്. അപ്പം പഠിക്കാൻ പറ്റുന്നതാണ് പഠിക്കാം. എന്താണ് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യുക, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക, ഡ്രോപ്പ് ചെയ്യാതിരിക്കുക. എത്രത്തോളം ഫെയിലായോ എന്നുള്ളതിലല്ല കാര്യം, നമ്മൾ എത്രത്തോളം അതിന് എഫേർട്ട് എടുക്കുന്നുണ്ടോ, എത്രത്തോളം നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ ഒരു ഇത് നെഗറ്റീവ് കൊണ്ടാണ് നമ്മൾ ഫെയിൽ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പാടില്ല. പക്ഷേ ഒരു സ്പീച്ച് ഇത് തോറ്റ് നമുക്ക് അതിനെക്കുറിച്ച് ഇത് കാര്യമില്ല. അപ്പോൾ നമ്മളത് എന്തുകൊണ്ടാണെങ്കിലും നമ്മളതങ്ങോട്ട് പഠിക്കുക, എഴുതുക, അത്രേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. എൻ്റെ അടുത്ത് ഒരു മെയിൽ വഴി ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ചോദിച്ചാൽ മതി. മുന്നത്തെ ഒരു വീഡിയോയിൽ ലോങ് വീഡിയോ ഇട്ടാൽ ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചോദിക്കുവാണെങ്കിൽ ഞാൻ എന്തായാലും പറഞ്ഞുതരും. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ എന്തായാലും 100% ഞാൻ ക്ലിയർ ചെയ്ത് തരും. റിസർച്ച് ചെയ്ത് റെഫർ ചെയ്തിട്ടാണെങ്കിൽ പോലും ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ്, അത് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പോലും ഇതിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇട്ടാൽ മതി, ഞാൻ അതുമായിട്ടുള്ള വീഡിയോസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനോ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ തരാം.